നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. ഹമാസ് തലവൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ചെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മെയ് 13 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് സിൻവാർ കൊല്ലപ്പെട്ടതെന്ന് നെതന്യാഹു പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു നെതന്യാഹു സിൻവാറിനെ വധിച്ച വിവരം അറിയിച്ചത്. ഞങ്ങൾ മുഹമ്മദ് സിൻവാറിനെ ഇല്ലാതാക്കി. ഇസ്മായിൽ ഹനിയ, മുഹമ്മദ് ദെയ്ഫ്, യാഹ്യ സിൻവാർ, ഇപ്പോൾ മുഹമ്മദ് സിൻവാർ, ഇവരെയെല്ലാം ഞങ്ങൾ ഇസ്രായേൽ ഇല്ലാതാക്കി, നെതന്യാഹു പറഞ്ഞു. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സിന്റെ പ്രതികരണത്തിന് ശേഷം ഇതാദ്യമായാണ് സിൻവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പ് വരുന്നത്. സിൻവാറിന്റെ പിൻഗാമിയായി കരുതപ്പെട്ട റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാൻ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹത്തോടൊപ്പം സിൻവാറിന്റെ മൃതദേഹം കൂടി കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന സംശയം പ്രകടിപ്പിച്ചിരുന്നു. മെയ് 13 നടന്ന ആക്രമണത്തിൽ സിൻവാറിനെ ഒളിപ്പിച്ചിരിക്കുന്നെന്ന് കരുതുന്ന ഗാസയിലെ ആശുപത്രിക്ക് കീഴിലെ ഹമാസിന്റെ തുരങ്കത്തിലായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഖാൻ യൂനിസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിന്റെ അടിയിലാണ് തീവ്രവാദികൾ ഭൂഗർഭ നിലയം നിർമ്മിച്ചത്. ആശുപത്രിയുടെ അടിയിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ച തുരങ്കപാതയിലൂടെയാണ് ഹമാസിന്റെ ഈ കേന്ദ്രത്തിലേക്ക് എത്താൻ സാധിക്കുക. തുരങ്കം തകർക്കുന്നതിന്റെ വീഡിയോ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. യാഹ്യ സിൻവാർ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് മുഹമ്മദ് സിൻവാർ ഹമാസിന്റെ തലവനായി ചുമതലയേൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.